കൊടും കുറ്റവാളിയെ കാപ്പ ചുമത്തി കരുതൽ തടങ്കലിലാക്കി. പത്തനംതിട്ട ഏനാത്ത് സ്വദേശി ഉമേഷ് കൃഷ്ണനെതിരെയാണ് നടപടി. രണ്ടാം തവണയാണ് ഉമേഷിനെതിരെ കാപ്പ ചുമത്തുന്നത്. 31 കേസുകളിൽ പ്രതിയാണ് ഉമേഷ് കൃഷ്ണൻ. നിതിൻ തോമസ് വിവരങ്ങളുമായി ചേരുകയാണ്. നിതിൻ, ഇപ്പോൾ ഈ കരുതൽ തടങ്കൽ എന്താണ് വിവരങ്ങൾ? അടിപിടി, ഭീഷണിപ്പെടുത്തൽ, സംഘം ചേർന്നുള്ള ആക്രമണം, അതുപോലെ തന്നെ ആയുധം ഉപയോഗിച്ചുള്ള ആക്രമണം, നരഹത്യാ ശ്രമം, ലഹരി മരുന്നുകളുടെ ഉപയോഗവും വിൽപ്പനയും, ഭിന്നശേഷിക്കാരിയായ സ്ത്രീയെ ലൈംഗികമായി പീഡിപ്പിക്കൽ തുടങ്ങി 31ഓളം കേസുകളാണ് ഉമേഷിന്റെ പേരിലുള്ളത്. 2023 ഇയാൾക്കെതിരെ കാപ്പ നിയമപ്രകാരം കരുതൽ തടങ്കൽ നടപ്പിലാക്കിയിട്ടുണ്ട്. ഇതിന് ശേഷം ഇതേ തുടർന്ന് ജാമ്യത്തിലിറങ്ങിയ ഇയാൾ ആന്ധ്രാപ്രദേശിലേക്ക് കടക്കുകയും ലഹരി മരുന്ന് കച്ചവടം നടത്തുകയും ചെയ്തു. ഈ കേസിലും ഇയാൾ 1 വർഷത്തോളം ജയിലിൽ കിടന്നു. ശേഷം നാട്ടിലെത്തിയ ഇയാൾ 2026 ജനുവരിയിലും ലഹരി മരുന്ന് കേസിൽ ഉൾപ്പെട്ടു. ഇതിന് പിന്നാലെയാണ് ജില്ലാ പോലീസ് മേധാവിയായ ആർ ആനന്ദ് ജില്ലാ കളക്ടർക്ക് റിപ്പോർട്ട് നൽകിയത്. ഈ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ വീണ്ടും ഒരു നടപടിയിലേക്ക് കടന്നിരിക്കുന്നത്. ജില്ലാ മജിസ്ട്രേറ്റ് കൂടിയായ ജില്ലാ കളക്ടറുടെ ഉത്തരവിൻ പ്രകാരം ഏനാത്ത് പോലീസാണ് ഉമേഷ് കൃഷ്ണനെ കസ്റ്റഡിയിലെടുത്തത്. തുടർന്ന് അറസ്റ്റ് രേഖപ്പെടുത്തുകയും അടൂർ ഇയാളെ കാപ്പ ചുമത്തി കരുതൽ തടങ്കലിനായി തിരുവനന്തപുരം സെൻട്രൽ ജയിലിലേക്ക് മാറ്റുകയും ചെയ്തു. അടൂർ ഏനാദിമംഗലം കുന്നിട സ്വദേശിയാണ് ഉമേഷ് കൃഷ്ണൻ. 31ഓളം ക്രിമിനൽ കേസുകളിൽ പ്രതിയായ ഇയാൾ കൊടും കുറ്റവാളിയാണെന്നും ഈ ജില്ലാ പോലീസ് മേധാവി ആർ ആനന്ദ് അറിയിച്ചു. ഒരു കാര്യം ചോദിച്ചോട്ടെ, ഇയാളെ ചിത്രത്തിൽ കാണാൻ വളരെ ചെറുപ്പക്കാരനായി തോന്നുന്നു. 31 കേസുകൾ പ്രതിയാണ്. എത്ര വയസ്സ് പ്രായമുള്ള ആളാണ് ഇയാൾ? 38 വയസ്സ് മാത്രം പ്രായമുള്ള വ്യക്തിയാണ് ഇയാൾ. ഇദ്ദേഹം ഈ കഴിഞ്ഞ 2023 ആദ്യം കാപ്പ ചുമത്തി കരുതൽ തടങ്കലിലാക്കിയതാണ്. പിന്നീട് വീണ്ടും കുറ്റങ്ങൾ ആവർത്തിച്ചുകൊണ്ടേയിരുന്നു. 1 വർഷത്തോളം ജയിൽ ശിക്ഷ അനുഭവിക്കേണ്ടിയും വന്നു. അതിനുശേഷം വീണ്ടും ഈ വർഷം ആദ്യം വീണ്ടും ഒരു ലഹരി മരുന്ന് കേസിൽ കൂടെ തോമസാണ് പത്തനംതിട്ടയിൽ നിന്ന് വിവരങ്ങൾ നൽകുന്നത്. 31 കേസുകളിലെ പ്രതിയാണ്. കാപ്പ ചുമത്തുന്ന രണ്ടാം തവണയാണ് ഇപ്പോൾ കരുതൽ തടങ്കലിലാക്കിയിരിക്കുന്നത്.